ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഥാവിൽപ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 215 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുരിശിലെ 7 തിരുമൊഴികൾ എന്ന ധ്യാന പരമ്പരയിലെ 7-ാമത്തേതും അവസാനത്തേതുമായ തിരുമൊഴിയാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. 7-ാമത്തെ തിരുമൊഴി ലൂക്കോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ലൂക്കോസ് 23:46. യേശുവിൻ്റെ ഈ അവസാന മൊഴിയെ പുനഃസമാഗമനത്തിൻ്റെ ദൈവശാസ്ത്രം, തിയോളജി ഓഫ് റീയൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അനാദിയായും ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവിക പദ്ധതി പ്രകാരം സ്വർഗം വിട്ട് കുറേ കാലത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യനോടൊപ്പം ലോകത്തിൽ ജീവിച്ച് ദൗത്യം പൂർത്തീകരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുകയാണ്. ആ വലിയ പുനഃസമാഗമനത്തിൻ്റെ പ്രഖ്യാപനമാണ് കാൽവറിയിൽ നടക്കുന്നത്. യോഹന്നാൻ ഇതിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ 10:17-18 വാക്യങ്ങൾ. യേശുവിൻ്റെ തിരുമൊഴികളിൽ ഒന്നാമത്തേത് ആരംഭിക്കുന്നത് പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവസാനത്തേത് ആരംഭിക്കുന്നതും പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്ത് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ കുറേ സമയത്തേക്ക് പിതാവ് പുത്രനെ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കപ്പെടലിൻ്റെ തീവ്രമായ ആ വേദനയുടെ മൊഴി നാം ധ്യാനിച്ചത് ഓർക്കുന്നല്ലോ. ഇപ്പോൾ അനാദിയായ ആ പിതൃപുത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ വിശുദ്ധ യോഹന്നാൻ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 10:30. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ചോദ്യം ഫിലിപ്പോസിനോടാണ്. യേശു തുടരുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ. യോഹന്നാൻ 14:10. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. യോഹന്നാൻ 16:28. കാൽവറിയുടെ നെറുകയിൽ നടക്കുന്ന ആ പുനഃസമാഗമനത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു എന്നാണ്. അതായത് മരണാസന്നനായ ഒരാളുടെ ഞരക്കമല്ലായിരുന്നു അത്. പകരം യേശു മനഃപൂർവ്വമായി സ്വമനസാലെ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നും നാം ഇപ്പോൾ വായിച്ചതുപോലെ, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നുവെന്ന് നാം വായിച്ചതുപോലെ, തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ് കാൽവറിയിൽ നടന്നത്. തൻ്റെ അന്ത്യമൊഴിയായി കർത്താവ് 31-ാം സങ്കീർത്തനം 5-ാം വാക്യം ഉറക്ക വിളിച്ചു പറയുകയായിരുന്നു. പ്രസ്തുത വാചകം പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും പദവിയുമാണ്. യേശുവിൻ്റെ 6ഉം 7ഉം മൊഴികൾ നാം വളരെ ശ്രദ്ധാപൂർവം ധ്യാനിക്കണം. നിവൃത്തിയായി എന്നത് വിജയത്തിൻ്റെ വാക്കുകളെങ്കിൽ, ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്നത് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് മരണം? എങ്ങനെ മരിക്കണം? ഈ വിഷയങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീത വചനങ്ങളാണ് 7-ാമത്തെ തിരുമൊഴി. ഇതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ധ്യാനിക്കാം.
എന്താണ് മരണം? ഈ വേദഭാഗത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്ന്, മരണം ജീവിതത്തിലെ ഒരു അവസ്ഥാന്തരം മാത്രമാണ്. മനുഷ്യൻ്റെ പേടി സ്വപ്നമായ മരണം വിശ്രമത്തിലേക്കുള്ള പ്രവേശനം മാത്രമാണ്. മരണം എന്ന് കേൾക്കുമ്പോൾ ചില മനുഷ്യർക്ക് ആകുല ചിന്തയാണ്. ആകുല ചിന്തയുടെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ്. 6-ാം തിരുമൊഴി രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 19:30. എന്തൊരു ശാന്തസുന്ദരമായ മരണ വിവരണമാണത്. തല ചായ്ച്ച് ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാ പ്രയത്നങ്ങളിൽ നിന്നുമുള്ള ഒരു വിശ്രമം. അതാണ് ശരിക്കും മരണം. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും എന്നാണ്. പുതിയ നിയമത്തിൽ മരണത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നിദ്ര എന്നാണ്. യായിറോസിൻ്റെ മകളെ വേർപ്പിക്കുമ്പോൾ യേശു പറയുന്നത്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്, കുട്ടി ഉറങ്ങുന്നത്രേ എന്നാണ്. മർക്കോസ് 5:39. ലാസറിൻ്റെ മരണവിവരം അറിയുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നാണ്. യോഹന്നാൻ 11:11. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:13. ഇന്നത്തെ കാലത്ത് മരിക്കാതിരിക്കാനായി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറേ കാലം കൂടെ ജീവിച്ചിരിക്കാനുള്ള തത്രപ്പാടിൽ മനുഷ്യർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അത്തരം അവസരങ്ങൾ നന്നായി മുതലെടുത്ത് സ്വകാര്യ ആശുപത്രികളും മറ്റ് സംഘങ്ങളും ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യാനായി കാത്തിരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കില്ല എന്ന ഉറപ്പുണ്ടെങ്കിലും ICU, വെന്റിലേറ്റർ എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങുന്ന വലിയ ബിസിനസ്. ചുരുക്കത്തിൽ ഇന്ന് മരിക്കാൻ പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം. വാർദ്ധക്യകാലത്ത് ചികിത്സിച്ചാലും ഭേദപ്പെടുത്താനാകാത്ത രോഗം ബാധിച്ചാലും ശരീരത്തിനും അവയവങ്ങൾക്കും സ്വാഭാവികമായ പരിണാമം വന്ന് ജീവിതം കഴിഞ്ഞു എന്ന അടയാളങ്ങൾ കാണിച്ചാലും ശാന്തമായി ഭവനത്തിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കാതെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ കൊണ്ടുപോയി ചാർച്ചക്കാരെയും ബന്ധുക്കളെയും ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ ICU എന്ന തടവറയിലാക്കി വായിലൂടെയും മൂക്കിലൂടെയും എല്ലാം കുഴലുകൾ കടത്തി ശ്വാസം മാത്രം നിലനിർത്തി ദിവസങ്ങൾ അങ്ങനെ തന്നെ കിടത്തി ലക്ഷങ്ങൾ പിടുങ്ങുന്ന എന്തൊരു വലിയ ബിസിനസ്സാണ്. ഇത്തരം ലക്ഷങ്ങൾ ചെലവാക്കുന്ന എത്രയോ പേരെയാണ് ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ അന്ത്യമൊഴിയിലൂടെ മരണം ജീവിതത്തിൽ ഒരു സ്വാഭാവിക അവസ്ഥാന്തരം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ശാന്തമായി മരിക്കാൻ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. 2, മരണം ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. കർത്താവ് പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. തിത്തേമി എന്ന വാക്കാണ് അവിടെ യേശു ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം ഐ ഡിപ്പോസിറ്റ് ഇറ്റ് എന്നാണ്. കീഴേ ശാശ്വത ഭുജങ്ങളുള്ള പുരാതനനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ നിക്ഷേപിക്കുകയാണ്. അഥവാ ആത്മാവിനെ ഒരു നിക്ഷേപം പോലെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നുവെന്ന്. 2 തിമോഥെയോസ് 1:12.
അതുകൊണ്ടാണ് ഹേ മരണമേ നിൻ്റെ ജയം എവിടെ എന്ന് പൗലോസ് ചോദിക്കുന്നത്. മരണമേ നീ തോറ്റുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം? വിശ്വാസത്തോടെ മരണത്തെ നേരിടാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും പ്രത്യാശ നൽകുന്ന ഒരു വാചകമാണ് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നത്. തൻ്റെ പിതാവിൻ്റെ സന്നിധിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് യേശുവിൻ്റെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. മരണം ഒരു ദുരന്തമല്ല, പിന്നോ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മരണം വിശ്രമത്തിലേക്കുള്ള പ്രവേശനമാണ്, നിത്യ സന്തോഷത്തിലേക്കുള്ള കവാടമാണ്. കാരണം അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നവീകരണ സഭാ നേതാവായിരുന്നു ജോൺ വെസ്ലി. 88 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. ആ സമയത്തും കുതിരവണ്ടിയിലും കാൽനടയായും ഒക്കെ സഞ്ചരിച്ച് 4-5 മീറ്റിങ്ങുകളിൽ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. വിശ്രമമില്ലാതെ അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തോട് ഒരിക്കലൊരു സ്നേഹിതൻ ചോദിച്ചു, മിസ്റ്റർ ജോൺ, നാളെ അർദ്ധരാത്രി താങ്കൾ മരിക്കുമെന്ന് അറിയുന്നതായി സങ്കല്പിക്കുക. എങ്കിൽ ആ സമയം വരെ താങ്കൾ എന്തു ചെയ്യും? ശരിക്കും ക്രിസ്തു ഭക്തനായിരുന്ന അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അപ്പോഴും ഞാൻ പ്രവർത്തിക്കും. തൻ്റെ ഡയറി എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് വൈകിട്ട് ഗ്ലോച്ചസ്റ്ററിൽ ഞാൻ പ്രസംഗിക്കും. നാളെ പ്രഭാതത്തിൽ പതിവ് പോലെ ഉണർന്ന് ദിനചര്യകൾക്കും പ്രാർത്ഥനയ്ക്കും ശേഷം ട്യൂക്സ്ബറിയിലേക്ക് പോകും. അവിടെ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കും. അതിനുശേഷം വൈകിട്ട് ഞാൻ മാർട്ടിൻ്റെ ഭവനത്തിലേക്ക് പോകും. രോഗത്തിലിരിക്കുന്ന മാർട്ടിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നീട് ഞാൻ പതിവുള്ള സമയത്ത് ഉറങ്ങാൻ പോകും. സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ സ്വയം നൽകിക്കൊണ്ട് ഞാൻ ഉറങ്ങും. ഞാൻ ഉണരുന്നത് സ്വർഗത്തിലായിരിക്കും. മരണം പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ് എന്ന് ഉറപ്പുള്ള ഒരു ദൈവദാസൻ്റെ സാക്ഷ്യമാണത്. ക്രൈസ്തവ സഭയിലെ ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ മരണവിവരം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സംഭവത്തെക്കുറിച്ച് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 7:55-59 വാക്യങ്ങൾ. ഈ ദൈവവചനം വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും നടന്ന എത്രയോ ഭക്തന്മാരാണ് സഭാചരിത്രത്തിൽ ഭീകരമരണങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ടത്. എത്രയോ പേരെയാണ് തീപ്പന്തം പോലെ പച്ചയ്ക്ക് കത്തിച്ചത്. എത്രയോ പേരെയാണ് വന്യമൃഗങ്ങൾക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുത്തത്. എത്രയോ പേരെയാണ് തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിക്കൊന്നത്. ആത്മാവിനെ സുരക്ഷിത സ്ഥാനത്ത് പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന വിശ്വാസമാണ് അവരെല്ലാം അതിന് പ്രാപ്തരാക്കിയത്. യേശുവിൻ്റെ മരണം അതിനു മുമ്പോ അതിന് ശേഷമോ നടന്ന മരണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. അങ്ങനെ പറയാൻ കാരണം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തൻ്റെ മരണസമയത്ത് അഭൂതപൂർവമായ ഒരു ശാന്തതയാണ് കർത്താവിൽ കാണുന്നത്. അത് കണ്ടു നിന്ന ശതാധിപൻ്റെ പ്രതികരണം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ലൂക്കോസ് 23:47. ശതാധിപൻ്റെ വാക്കുകളെ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു. മർക്കോസ് 15:39. മത്തായിയും അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ശതാധിപൻ ഏറ്റവും ഭയപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. മത്തായി 27:54. ലൂക്കോസ് എഴുതിയിരിക്കുന്ന അടുത്ത വാചകം
കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ് വാക്യം 48. മാറത്തടിക്കുക എന്നത് പശ്ചാത്താപത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ശതാധിപൻ മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സംഭവങ്ങളെല്ലാം കണ്ടും കേട്ടും നടന്ന മഹാപുരുഷാരത്തിനും യേശു നിരപരാധിയായിരുന്നുവെന്നും അവൻ ദൈവപുത്രനായിരുന്നുവെന്നും ബോധ്യം വന്നിട്ട് പശ്ചാത്താപ വിവശരായി മാറത്തടിച്ചുകൊണ്ട് കാൽവറി ഇറങ്ങുകയാണ്. യേശു ഇത് വളരെ മുമ്പ് തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞു അത്രേ. യോഹന്നാൻ 12, 32, 33. നല്ലതായി ജീവിക്കുന്നത് പോലെ നല്ലതായി മരിക്കാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. മറ്റൊരു പ്രധാന കാര്യം യേശു പറഞ്ഞത് എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുവെന്നാണ്, ശരീരത്തെ അല്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നൊരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. യോഹന്നാൻ 6, 62, 63. മരണത്തിൽ ആത്മാവ് ദൈവത്തിങ്കിലേക്കും ശരീരം മണ്ണിലേക്കും പോകുന്നു എന്ന പരമസത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:50. അതുകൊണ്ട് തന്നെ 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്നാണ്. 2 കൊരിന്ത്യർ 5:8. എന്നാൽ ഇന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകേണ്ട ആത്മാവിനെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാതെ മണ്ണിലേക്ക് തിരികെ ചേരേണ്ട ശരീരത്തിന് നൽകുന്ന അമിതമായ പ്രാധാന്യം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ തോന്നാറുണ്ട്. മരണവും മരണാനന്തര ചടങ്ങുകളും വലിയ ആഘോഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലുള്ള ആ നഷ്ടം വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ക്രൂശിൽ കിടന്ന് സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ കമോൺ ഡിയർ എന്ന് പറഞ്ഞ് തൻ്റെ ശാശ്വത ഭുജങ്ങൾ നീട്ടി നിൽക്കുന്ന ഒരു പിതാവിനെ യേശുവിന് കാണാമായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെ സ്തേഫാനോസും കണ്ടു. കർത്താവിൽ പ്രിയം വെച്ച എല്ലാവരുടെ അനുഭവം അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ 7-ാം തിരുമൊഴി, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കാനായി നമുക്ക് ഒരുങ്ങാം. ചില ആളുകൾ കരുതുന്നത് എങ്ങനെയൊക്കെ ജീവിച്ചാലും അവസാനം എല്ലാം ശരിയായിക്കൊള്ളുമെന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് മരണശേഷം ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ എല്ലാം ശരിയായിക്കൊള്ളുമെന്നാണ്. എന്നാൽ ശരീരത്തിലിരിക്കുമ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിന് മാത്രമേ ദൈവത്തിൽ അന്ത്യവിശ്രമം കണ്ടെത്താൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരമ്പര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ എപ്പിസോഡുകൾക്കായി പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, പലയിടങ്ങളിൽ ചെല്ലുമ്പോഴും പല മുഖാന്തരങ്ങളിലൂടെ ഞാനുമായി ബന്ധപ്പെടുന്നവരിൽ നിന്നും മനസ്സിലാക്കുന്നതനുസരിച്ച് എൻ്റെ ഈ ചാനൽ ധാരാളം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമേ. കൂടാതെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇതിലെ സന്ദേശങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും പ്രയോജനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തുകൂടെ ചെയ്യണമേ. ബലഹീനനായ എന്നെയും എൻ്റെ ശുശ്രൂഷകളെയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.